അതാണ് ഈ നവകേരളം എന്നൊക്കെ പറയുന്നത്. ചീത്ത വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ ഈ പറയുമ്പോൾ ആളുകൾ ചീത്ത വിളിക്കും. നവകേരളം നവകേരളം ഇതൊക്കെയാണ്. ലോകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. ഞാൻ എപ്പോഴും പറയും, രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ കേരളം മാറും. ഒന്ന് ടൂറിസം, രണ്ട് ഫിഷറീസ്. നിങ്ങളത് ചെയ്തു നോക്ക്. ഞാനിപ്പോൾ ഷൈജിനോട് പറയുന്നത് ഇതൊരു പുതിയ പരീക്ഷണമാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായിട്ട് മാറും. നിങ്ങൾക്ക് ഗുണമുണ്ടാവും. ഷൈജനെ പറ്റി നാട്ടുകാർ നാളെ പറയും, അങ്ങേര് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് പറയും. നിങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത് കാലടിയിൽ മത്സ്യകൃഷി നടക്കുമോ? ഇത് ഇടുക്കി വരെ എത്തും. ഇത് കേരളത്തിന്റെ എല്ലാ മലയോര മേഖലയിലും എവിടെല്ലാം വെള്ളമുണ്ടോ അവിടെ എല്ലാം കൃഷി ചെയ്യും. MLA എന്നെ വിളിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം ഈ സമരത്തിന് പോകുന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. കാരണം ഇലക്ഷൻ ആയപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എല്ലാ സമരങ്ങളും നടക്കുന്ന സമയമാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ ധാരാളം ജലാശയങ്ങൾ, തോടുകള്, കൈവരികള്, നദികള്, കായലുകള്, ചിറകള്, എണ്ണിയാലൊടുങ്ങാത്ത തരത്തിലുള്ള ജലാശയങ്ങൾ ഒരു ഭാഗത്ത് ഒരു വിധത്തിലും നെൽകൃഷി ചെയ്യാൻ കഴിയാത്ത പാടശേഖരങ്ങൾ. ഇപ്പൊ ഒരു കണക്കെടുത്തപ്പോൾ 25-50 വർഷമായിട്ടൊക്കെ നെൽകൃഷി ചെയ്യാതെ വെള്ളക്കെട്ടായി കിടക്കുന്ന ആയിരക്കണക്കിന് ഹെക്ടർ പാടശേഖരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ മന്ത്രിയായ ശേഷം ബഹുമാനപ്പെട്ട കൃഷി മന്ത്രിയുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്തു. ദീർഘകാലമായി കൃഷി ചെയ്യാത്ത പാടശേഖരങ്ങൾ, അവിടെ കൃഷി ചെയ്യാൻ കഴിയില്ല വെള്ളക്കെട്ട് മൂലം, അത് മത്സ്യകൃഷിക്ക് വേണ്ടി മാറ്റണം. അങ്ങനെ ജോയിന്റ് ഇൻസ്പെക്ഷൻ ഞങ്ങൾ നടത്തി. അപ്പൊ ധാരാളം സ്ഥലം കേരളത്തിൽ മത്സ്യകൃഷിക്ക് വേണ്ടി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. അങ്ങനെ ഏറ്റെടുക്കുന്ന സ്ഥലത്ത് ജനകീയ മത്സ്യകൃഷിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുക. ആവശ്യമായ വിത്ത് പൂർണ്ണമായി സൗജന്യമായിരിക്കും. അതിന് പുറമെ 60% സാമ്പത്തിക സഹായം ചെയ്യും. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ചെയ്യാവുന്ന കാര്യം. നിങ്ങൾ ആരും ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ വീട്ടിൽ തന്നെ മത്സ്യകൃഷി ചെയ്യാൻ പറ്റുന്ന ആധുനിക സാങ്കേതിക സംവിധാനം മത്സ്യവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മത്സ്യം അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാം, കുറച്ച് വിൽക്കുകയും ചെയ്യാം. ഇതിനാകെ വേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ശ്രദ്ധ വേണം. മീനെ കൊണ്ടിട്ടച്ച് മീനങ്ങ് വളർന്നു വന്നോളും, നമുക്ക് അന്നേരം പിടിച്ച് കഴിക്കാമെന്ന് മാത്രം ധരിക്കരുത്, നന്നായി ശ്രദ്ധിക്കണം. ഇപ്പം ഇവിടെ ഞാൻ വന്നപ്പോൾ ചോദിച്ചു, ആമയെല്ലാം പിടിച്ചോന്ന് ചോദിച്ചു. ആമയെ പിടിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമയിനകത്തുണ്ടെങ്കിൽ ഒരു മീനെയും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ നമ്മുടെ ഡയറക്ടർ പറയും, ഭയങ്കര മഹേഷ് പറയും നല്ല വിളവൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചാലും അതിനകത്ത് വേറെ സാധനം ഉണ്ടെങ്കിൽ ഒന്നും കിട്ടത്തില്ല. അപ്പം പിടിച്ചെന്ന് പറഞ്ഞു. ഞാൻ മത്സ്യകൃഷി ചെയ്യുന്നതാണ്. എനിക്ക് ആദ്യം ഭയങ്കര അബദ്ധം പറ്റി. എനിക്കറിയില്ലായിരുന്നു ഈ ആമയും ഒക്കെ ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്ത് സൈഡ് കെട്ടി വൃത്തിയാക്കി കൃഷി ചെയ്തു. പക്ഷെ അകത്ത് മുഴുവൻ ആമയായിപ്പോയി, ഇട്ടത് മുഴുവൻ ആമ നിന്നു. അപ്പം അതിനകത്ത് ആമ മാത്രമല്ല, വലിയ മത്സ്യങ്ങളുണ്ടെങ്കിലും ചെറു മത്സ്യങ്ങളെ വെട്ടിത്തിന്നു. ഇപ്പം ഇതിന് നല്ല വലിപ്പത്തിലാണ് ഇട്ടേക്കുന്നത്. അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പം വരാൻ സാധ്യതയില്ല. പിന്നെ നല്ല പോലെ നെറ്റൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടും വലിയ പ്രശ്നം വരില്ല. അപ്പം നമുക്ക് ലാഭകരമായ ഒരു കൃഷിയാണിത്. നമ്മുടെ നാട്ടിൽ ലാഭകരമായി കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാർഷിക വൃത്തി എന്ന നിലയിൽ നമ്മുടെ ആളുകൾ മുന്നോട്ട് വരണം. ഒരു ഭാഗം. രണ്ടാമത്തെ പ്രശ്നം ഇതിന്റെ മാർക്കറ്റാണ്. ഇപ്പൊ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യം ന്യായവിലയ്ക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം നമ്മളിപ്പോൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഫിഷറീസിന്റെ തന്നെ 125 ഫിഷ് സ്റ്റാളുകൾ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും തുടങ്ങുകയാണ്. ഈ വരുന്ന മാസം 2 സംരംഭം, ഒന്ന് കൊല്ലത്തും ഒന്ന് വിഴിഞ്ഞത്തും തുടങ്ങുകയാണ്. ഫ്രഷ് മീൻ അതെടുത്ത് കട്ട് ചെയ്ത് പീസാക്കി എയർ ടൈറ്റഡ് ആക്കി എക്സ്പോർട്ട് ചെയ്യുക, നാടുകളിൽ എത്തിക്കുക, ഓൺലൈൻ മാർക്കറ്റിംഗ്. ഇതെല്ലാം ചെയ്യുന്നു പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യത്തിന് ന്യായവില കിട്ടിയില്ലെങ്കിൽ നഷ്ടത്തിലാവും. പിന്നെ കൃഷിക്കാർക്ക് ഇതിനോട് താല്പര്യം കാണില്ല. അപ്പോൾ ഗവൺമെന്റ് രണ്ടാമത്തെ ഭാഗമാണ് കൈകാര്യം ചെയ്തത്. വ്യാപകമായി കൃഷി ചെയ്യിക്കുക. കൃഷി ചെയ്താൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാക്സിമം മാർക്കറ്റ് ചെയ്യുക ന്യായവിലയ്ക്ക്. മൂന്നാമത്തെ കാര്യം, ഡിമാൻഡുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ ഇടുക. ഞാൻ മന്ത്രിയായി വരുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് ഏതൊക്കെ മത്സ്യക്കുഞ്ഞുങ്ങളാണ്. ഇപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്നോട് പറഞ്ഞ മത്സ്യക്കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നാട്ടിലിട്ട് കഴിഞ്ഞാൽ ആരും മേടിക്കത്തില്ല. ആ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കിയത്.
അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും ആരും മേടിക്കില്ല. മേടിക്കാൻ താല്പര്യമുള്ള മത്സ്യക്കുഞ്ഞ് വരാൽ കൃഷി ചെയ്ത് വിളവെടുത്താൽ ആളുകൾ വരും, കരിമീനിട്ട ആൾ വരും, കൊഞ്ചിട്ട ആൾ വരും. അപ്പോൾ ഡിമാൻഡുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്താനുള്ള നടപടി സ്വീകരിക്കുക. നാലാമത്തെ കാര്യം, ഇപ്പോൾ നമ്മുടെ എക്സ്പോർട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള മത്സ്യം ഉൽപ്പാദിപ്പിക്കുക. അതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം സമാന്തരമായി നമ്മൾ കൊടുക്കുക. ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ കേരളത്തിന്റെ മത്സ്യമേഖലയിൽ വലിയ തരത്തിലുള്ള മാറ്റത്തിന്റെ വരും. ഇത് കാലടി വരെ എത്തിയല്ലോ. നിങ്ങൾ പ്രതീക്ഷിച്ചില്ലല്ലോ ഇത് കാലടിയിൽ മത്സ്യകൃഷി നടക്കുമെന്ന്. ഇത് ഇടുക്കി വരെ എത്തും. ഇത് കേരളത്തിന്റെ എല്ലാ മലയോര മേഖലയിലും എവിടെല്ലാം വെള്ളമുണ്ടോ അവിടെ എല്ലാം കൃഷി ചെയ്യും. കടലോര പ്രദേശങ്ങളിൽ മാത്രമല്ല. അപ്പൊ എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല മത്സ്യം നിങ്ങൾക്ക് കിട്ടും, വിഷമില്ലാത്ത. അപ്പൊ രാവിലെ ഇവിടെ വന്നാൽ വീശി നല്ല പെട്ടക്കുന്ന മീനുമായിട്ട് പോയി പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷം ഇവിടെ കാലടി തന്നെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ 1.24 ഹെക്ടർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3.5-4 ഏക്കർ സ്ഥലത്ത് ഇവിടെ ഇപ്പോൾ കൃഷി ചെയ്യുകയാണ്. 12,400 വരാൽ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്. ഒരു ഗ്രൂപ്പാണ്. 5 ടണ്ണോളം മത്സ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിലെ അതിൻ്റെ മത്സ്യ കർഷകർ അവരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ നല്ല ലാഭകരമായി തന്നെ സർക്കാരിന്റെ സപ്പോർട്ടോടുകൂടി ഇത് നമുക്കിവിടെ നടപ്പാക്കാൻ കഴിയും. നിങ്ങളത് ചെയ്തു നോക്കേ. ഞാനിപ്പോൾ ഷൈജിനോട് പറയുന്നത് ഇതൊരു പുതിയ പരീക്ഷണമാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായിട്ട് മാറും. നിങ്ങൾക്ക് ഗുണമുണ്ടാവും. ഷൈജനെ പറ്റി നാട്ടുകാർ നാളെ പറയും, അങ്ങേര് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറണം. കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത കാര്യം ചെയ്യാൻ നമ്മൾ പോകണ്ട, സംസ്ഥാന ഗവൺമെന്റ് ചെയ്ത കാര്യം നമ്മൾ പോകണ്ട. അത് നടക്കുന്ന കാര്യമല്ല. അത് നടക്കുന്ന കാര്യമില്ല. അതവർ ചെയ്തോട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ പറയുന്നു, ഈ കാലടി പഞ്ചായത്തില് എവിടെല്ലാം ജലാശയമുണ്ടോ അവിടെ മുഴുവൻ പുതിയ ക്ലസ്റ്റർ ഉണ്ടാക്കുക, കർഷകരെ സംഘടിപ്പിക്കുക. അതിനാവശ്യമായ മുഴുവൻ സഹായവും സംസ്ഥാന ഗവൺമെന്റ് നിങ്ങൾക്ക് തരും എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പഞ്ചായത്ത് ഈ പറയുന്ന കാര്യത്തിൽ, മത്സ്യസമ്പത്തിന്റെ കാര്യത്തിലെങ്കിലും അടുത്തൊരു വർഷം കഴിയുമ്പോൾ സ്വയം പര്യാപ്തത എത്തുക. പഞ്ചായത്തിനും വരുമാനം ഉണ്ടാകും. ഈ നിലയിൽ പുതിയ ഒരു ഘടന കേരളത്തിൽ രൂപപ്പെട്ടതാണ്. അതാണ് ഈ നവകേരളം എന്നൊക്കെ പറയുന്നത്. ചീത്ത വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ ഈ പറയുമ്പോൾ ആളുകൾ ചീത്ത വിളിക്കും. നവകേരളം ഇതൊക്കെയാണ്. ലോകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. നമുക്ക് നിലപാടുകളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, അതവിടെ കിടക്കട്ടെ, അതൊക്കെ അതിന്റെ വഴിക്ക് വഴിയേ വന്നുള്ളൂ. പക്ഷെ നമ്മൾ മനുഷ്യരാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരുപാട് മേഖലകൾ ഇന്ന് കേരളത്തിലുണ്ട്. ആ മേഖലകളെ നമ്മൾ കൂടുതൽ, ഞാൻ എപ്പോഴും പറയും, 2 കാര്യം ശ്രദ്ധിച്ചാൽ കേരളം മാറും. 1 ടൂറിസം, 2 ഫിഷറീസ്. ഒരു 10% എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, അറിയോ? ഇപ്പൊ ജനങ്ങളുടെ വലിയ പിന്തുണയും സഹായം ഉണ്ടാകണം. എനിക്കൊരു കാര്യം പറയാം, നിങ്ങളുടെ MLA എന്നെ വിളിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം ഈ സമരത്തിന് പോകുന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. കാരണം ഇലക്ഷൻ ആയപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എല്ലാ സമരങ്ങളും നടക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ ഇലക്ഷൻ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉദ്ഘാടനം വെച്ചത്. കാരണം ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉദ്ഘാടനം നടത്താൻ പറ്റത്തില്ല. സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം നടത്തിയില്ല, പിന്നെ ഇവർക്ക് പോയി മത്സ്യം ഇടാനും പറ്റത്തില്ല. അവിടെ ഇവിടെയൊക്കെ ഈ മീൻ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് മന്ത്രി വന്ന് ഇനി ഉദ്ഘാടനം ചെയ്യാതെ പോയി അത് പ്രശ്നമാവില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വെച്ചത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു പങ്കെടുക്കാൻ കഴിയില്ലെന്ന്. എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, എല്ലാവരും ഇതിൽ സഹകരിച്ചു എന്നുള്ളതാണ്. കാലടിയിൽ എന്തായാലും മറ്റു തരത്തിലുള്ള കുഴപ്പമൊന്നും കണ്ടില്ല. എല്ലാ ആളുകളും ഒന്നിച്ചു നിന്ന് ഇവിടെ സഹകരിച്ചു. ഇനിയും അങ്ങനെ ആകണം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നിച്ചു പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, കേരളത്തിൽ ആദ്യമായി ഇപ്പം നമ്മൾ ആവിഷ്കരിക്കുന്ന എംബാങ്ക്മെന്റ് മത്സ്യകൃഷി അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹം നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.